എല്ലാവർക്കും സെറസ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ മാർബിൾ ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്തെടുത്തു. പിന്നീട് ഫെവിക്രിലിൻ്റെ ഗ്രീൻ കളറാണ് ഞാൻ ഈ ബോട്ടിലിൽ അടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പ്രൈമറി കോട്ടായിട്ട് നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. ബോട്ടിൽ ഫുള്ളായിട്ട് അടിച്ചിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഉണങ്ങാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ബോട്ടിലും കൂടെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫെവിക്രിലിൻ്റെ തന്നെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ നമുക്ക് പ്രൈമറി കോട്ട് പോലെ അടിച്ചു കൊടുക്കാവേ. ഒറ്റ കോട്ട അടിക്കുന്നുള്ളൂ കേട്ടോ. ശേഷം രണ്ട് ബോട്ടിലും നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അങ്ങനെ രണ്ട് ബോട്ടിലും നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ ബോട്ടിലിൽ ഇനി നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഒരു യെല്ലോ കളറാണ്. അതിനുവേണ്ടി യെല്ലോ കളർ എടുക്കുക. ഒപ്പം ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ എടുക്കുക. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് കവർ നമ്മുടെ യെല്ലോ കളറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആദ്യമേ ബോട്ടിലിൻ്റെ അടിഭാഗത്തൊന്ന് ടച്ച് ചെയ്യണം. ശേഷം നമ്മുടെ ബോട്ടിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അമർത്തി കൊടുക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി. ആർക്കും സാധിക്കുന്ന ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ ഇത്. ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ കളർ ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ അതിനുവേണ്ടിയാണ് അടിയിലിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ബോട്ടിലൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് റെഡ് കളർ എടുത്തിട്ട് ബ്ലാക്ക് ബോട്ടിലിൽ അടിച്ചു കൊടുക്കണം. ഇതേ പ്രോസസ്സ് തന്നെ. കുറച്ച് മതിയെ റെഡ് കളർ. മെല്ലെ ഒന്ന് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നിന്ന് ഡിപ്പ് ചെയ്ത് വീണ്ടും നമുക്ക് മെല്ലെ ഒട്ടിച്ചു കൊടുക്കുക. അത് ഞാൻ അറിയാതെ ബോട്ടിൻ്റെ അവിടെ അടിച്ചു. അത് മെല്ലെ മെല്ലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടും ബോട്ടിൽ ഉണങ്ങാൻ വെക്കുക. ശേഷം നല്ലൊരു പോളിഷ് എടുക്കുക. എന്നിട്ട് കുപ്പിയുടെ മേലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഞാൻ വാർണിഷാണ് എടുത്തിരിക്കുന്നത്. വാർണിഷാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല തിളക്കം, നല്ല ഗ്ലേസിങ് കൊടുക്കും. വാർണിഷ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി യെല്ലോ അടിച്ച് ബോട്ടിലും ഇതേപോലെ തന്നെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ബോട്ടിലും ഉണങ്ങാൻ വെക്കണം. വാർണിഷ് അടിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അത് പിടിക്കുകയാണെങ്കിൽ ആ പാട് ഉണ്ടാവും. അത് നന്നായിട്ട് ഉണങ്ങി വെക്കണം. നോക്കിക്കേ, ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും മാർബിൾ പോലെയല്ലേ നമ്മുടെ കുപ്പി കാണാൻ. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യണം കേട്ടോ. വളരെ എളുപ്പമാണ്. ആകെ നമുക്ക് വേണ്ടുന്ന സമയം ആ ബോട്ടിലൊന്ന് ഡ്രൈ ആവുന്ന സമയം മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.